വാടി സിസ്റ്റം യൂട്യൂബ് ചാനലൊക്കെല്ലാം മറ്റന്മാർക്ക് സ്വാഗതം. നമ്മൾ എഴുതാൻ ബെല്ലെടുത്തിട്ടുണ്ട് അങ്ങനെ കളിക്കാൻ. എൻ്റെ കിടുത്തനുള്ള എഴുത്തനാണ്. ഞാൻ പറഞ്ഞ ഈ കളി ജയിച്ച അവനെ കിടുത്തിൻ്റെ ഈ കളി അവൻ ജയിച്ച ഞാൻ അവനെ കിടുത്ത് ലീഡറാക്കുമെന്ന്. ഞാൻ തോറ്റായിരുന്നു. അവരുടെ ലീഡറിൻ്റെ സ്ഥാനം ഞാൻ ജയിച്ച് അവൻ ഗിൽഡിൽ നിന്ന് കിട്ടി ഗിൽഡ് വയ്ക്കുന്നത് കറക്റ്റ്. അങ്ങനെ ഞാൻ ജയിച്ചിരുന്നു അവനെ. ഒരു മാച്ച് നടന്നിട്ടില്ല എത്ര ഒരു വർഷത്തേക്ക്. നോക്കുന്നു അവൻ്റെ ലെവൽ സ്പീച്ചിലൂടെയാണ് സീസൺ ഇത് 13 ലെവൽ 18 ഇതൊക്കെ നമ്മൾ കുറച്ച് നാളത്തേക്ക് ഫെഡറിൽ ആ വകയിൽ അങ്ങനെ എൻ്റെ അക്കൗണ്ട് വെക്കുക. നിങ്ങൾ എൻ്റെ അക്കൗണ്ട് വെക്കുക കണ്ട എൻ്റെ അക്കൗണ്ട് കണ്ടില്ല. അവൻ്റെ ലെവലിൻ്റെ ഞാൻ കടപ്പെടുത്താൻ പോലല്ല. അങ്ങനെ എനിക്ക് ഏറെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് കാണുന്നില്ലല്ലോ. ഇത് ഇട്ടിട്ടുണ്ട് ഈ ഷർട്ട് ഇട്ടിട്ടുണ്ട്, ഈ പാൻറ് ഇട്ടിട്ടുണ്ട്, ഈ ഷൂ മാത്രമേ കാണുന്നുള്ളൂ. ഇതെന്താ അറിയത്തില്ല, ബഗ്ഗാണ്. അതിൽ ആ മൊബൈൽ വിളിച്ചിട്ടുണ്ട് നമ്മളെ. പിന്നെ ഗായ്സ് അവിടെ പിന്നെ നോക്കി നടക്കുന്നത്. ഞാൻ പറഞ്ഞ 100 വരാണ് കളി കഴിഞ്ഞിട്ട് നോക്കാമെന്ന് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കയറാൻ നോക്കാം. ബോട്ട് കളിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സീസൺ സ്റ്റാർട്ട് ചെയ്ത് സംസാരിച്ചിരിക്കുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ മാസം നമ്മൾ അവന് കൊടുക്കാൻ വേണ്ടി പണി അത് ചോദിക്കും എന്ന് വെച്ചാൽ ഫസ്റ്റ് റൗണ്ട് മാത്രമേ ഉള്ളൂ നല്ല കൺസൊക്കെ എടുത്ത് കളിക്കാൻ പറ്റുന്നത്. പിന്നെ ഗോൾഡ് ഇല്ല. സെക്കൻഡ് റൗണ്ടിലോട്ട് ഗോൾഡ് ഞാൻ 0 ആക്കി ഇട്ടിരിക്കുന്നു. സെക്കൻഡ് ഗോൾഡ് 0 അതാ വെച്ചിരിക്കുന്ന പണി. അവനെന്തോ കാണിക്കാൻ നോക്കട്ടെ. നമുക്കെന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് ഗോളിലൊക്കെ ഇട്ട് വെച്ച് നിൽക്കാം. അവൻ്റെ കളിയല്ലല്ലോ എന്തല്ല നമ്മുടെ കളിയല്ലേ കാണണം. എല്ലാവരും ഒരു പാല് കാരണം ഒരു ആനത്തമ്പിൽ പോലും ആന ഇത് കാശില്ലേ നമ്മൾ ഇതിന് എഴുതാൻ പറയുന്നത്. അവൻ്റെ പേരെന്തായിരുന്നു? അതുപോലെ കണക്കിൻ്റെ കളികളുണ്ട്. കൊച്ചിന് പേരുണ്ട്. അങ്ങനെ തുടക്കുന്ന ചെറിയുണ്ട്. ചെറിയൊരു എൻ്റെ അവസാനം മുന്നിടാൻ വേറെ അങ്ങോട്ട് ഉപയോഗിക്കുന്നത് വേറല്ല. ഞാൻ മുന്നിൽ നിൽപ്പുണ്ട് എന്നിട്ടാണ് വേറെ കളിക്കുന്നത്. അത്ര വല്ല ബോട്ടായി എൻ്റെ അടുത്ത് വെല്ലുവിളിയും കൊണ്ട് വന്നിരിക്കുന്നു. ആ ഫ്രണ്ട് നിൽപ്പുണ്ട്. ടൗൺ ബാക്കിലെവിടെയാണ് കളിക്കുന്നത്. ആ ബോട്ടാണ് എന്നെ വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നത്. അവൻ്റെ ക്യാരക്ടറിൻ്റെ എബിലിറ്റി പോലും ഇവിടെ അറിയത്തില്ലെന്ന് തോന്നുന്നു. വയസ്സ് നമുക്ക് എന്തായാലും ഒരു
ഡിസേർട്ട് മേടിക്കണം. ഡിസേർട്ടിൽ വെച്ച് ഒരു വണ്ടാ പിന്നെ ഗൈസ് അവിടെ എന്തെങ്കിലും മൈക്കിൻ്റെ വെച്ച് കൊണ്ടുവന്നു. നമുക്ക് എന്തായാലും എടുത്തണിക്കാൻ ഗൈസ് ജസ്റ്റ് ഒന്ന് സെറ്റ് കാണാൻ പോയതാണ്. ഇവിടെ വെച്ച് നോക്കിയാൽ ഗൈസ് അവൻ ഇങ്ങോട്ടും എല്ലാം പാടുന്നുണ്ടോ. എൻ്റെ ഓറയൊക്കെ കിടക്കണം നോന്നു. എൻ്റെ ഓരോ കിടപ്പുണ്ടോ കളിച്ചൊക്കെ നോക്കാം. കമ്പോർട്ടിൻ്റെ എന്താ പോയിക്കോ. ഞാൻ എന്തായാലും ഞാൻ വരുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്തോ. എനിക്കല്ലായിരുന്നു ഇപ്പം ഞാൻ ആ സ്ഥലത്തോട്ട് അപ്പോൾ ഞാൻ സോണിൽ പോയി പറ്റും ജസ്റ്റ് സംസാരിച്ചിരിക്കുമായിരുന്നു. എനിക്ക് വിശ്വസിച്ചിട്ടുണ്ട് അത് സീറോക്കില്ല ഡാമേജ് പിന്നെ നോക്കുക ഒരു ചാലഞ്ച്. ആശകളുള്ളിൽ പോയി നമ്മൾക്ക് കില്ലടിക്കായി എവിടെ പോയിക്കൂടെ വോട്ട് കായ് ഓരോ കണ്ണു നോക്കുന്നു. ഡിസേർട്ടുകൾ കിട്ടി കായ്ക്ക് ഡിസേർട്ടുകൾ കൊണ്ടുകൊണ്ട് അടിപൊളി അതാണ് അതെന്നെ കണ്ട് അടിക്കണം നോക്കട്ടെ. അതെന്നെ അടിക്കണം നമുക്ക് നിൽക്കാം. അടിപൊളി അടിപൊളി അടിച്ചുണ്ടോ 12 ഡാമേജ്. ആ വോട്ട് നീബിടൊക്കെ വിളിച്ച് കളിയാക്കുമെന്ന് പറഞ്ഞു. എന്തായാലും അവനെ പണി കിട്ടിയ അവനെ പണി എന്തെങ്കിലും കണ്ട് കയറിക്കാം. എന്തായാലും അവനുള്ള പണി കണ്ട് കയറിക്കാം. ഗൺസ് എടുക്കാണ്ടോ എനിക്കത് 18 ഉണ്ടാണ്. എനിക്ക് അപ്പോൾ നമ്മളിപ്പോൾ അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബോട്ട് ഇങ്ങോട്ട് നമ്മളെടുത്തിട്ട് കളിക്കാൻ കേട്ടോ. വീഡിയോ സ്റ്റോപ്പ് വെച്ചത് കാണിക്കാൻ പറ്റില്ല. അടിച്ചിട്ടതാണ് ചത്ത്. അത് ഈ റൗണ്ടും കൂടെ ജയിച്ചാലേ തീരത്തോട് കളി. കളിക്കാൻ നമ്മളിപ്പോൾ തോപ്പിക്കേണ്ടതാണ്. ഈ രണ്ട് വെച്ച് നമ്മൾ കളി ജയിച്ചു. കളി നമ്മുടെ കയ്യിൽ അപ്പോൾ പറയണോ അത് റെക്കോർഡ്. ഇനിയിപ്പോൾ വോയിസ് കട്ട് ചെയ്ത് കളയണം. ഫോട്ടോ കാട്ടിയിട്ട് ഇത് വാർത്ത ഫോട്ടോ കാട്ടോ പറയണ
ഗായ്സ് ആ മുട്ടയ്ക്ക് ഇടുന്നുണ്ട്. വീഡിയോ ഞാൻ മറന്നു പോയി ദിവസം നമ്മൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് വോയിസ് വെച്ചിട്ടുണ്ട്. വീഡിയോ കാണുന്ന പറയുന്നത് ഇത്ര ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണണം വരെ ഗുഡ് ബൈ ഗായ്സ്. ഇറ്റ്സ് മീ ആർഡേസിസ് ഗെയിമിംഗ്.